ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അക്രിലിക് പെയിന്റിങ്ങിന് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആർട്ട് സപ്ലൈസ് എന്തൊക്കെയാണെന്നാണ്. ആ വീഡിയോയിൽ ഞാൻ ബ്രഷസിൻ്റെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ബ്രഷസിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞു പോയത്. എന്തൊക്കെ ബ്രഷസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അക്രിലിക് പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷസ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ ടൈപ്പാണെന്നും അത് ഏതൊക്കെ സ്പെസിഫിക് സ്ട്രോക്സിന് വേണ്ടിയാണ് നമ്മൾ ആ ബ്രഷസ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പേർപ്പസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇലാബറേറ്റ് ആയിട്ട് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബ്രഷസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ബ്രഷസിനെ കുറിച്ചും പറയുന്നുണ്ട് ഇതിൽ. പക്ഷേ ഈ എല്ലാ ബ്രഷസും നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ടൈപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ പെയിൻറ്റിങ്സും ചെയ്യാൻ പറ്റും. നമ്മൾ അത്ര അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ബ്രഷസ്, കൂടുതൽ ടൈപ്സ് ഓഫ് ബ്രഷസ് ഒക്കെ ആവശ്യമുള്ളത്. സോ ബേസിക് ആയിട്ട് നമുക്കൊരു 3 ടൈപ്സ് ഓഫ് ബ്രഷസേ വേണ്ടു എന്നുണ്ടെങ്കിലും ബ്രഷസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ അറിയേണ്ട കുറേ ബ്രഷസും അതിൻ്റെ ടൈപ്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ സാധാരണയായിട്ട് നമുക്ക് ഏതൊക്കെ ബ്രഷാണ് മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം പറയുന്നുമുണ്ട്. സോ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പേടിക്കണ്ട, അയ്യോ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഇത്രയ്ക്കധികം ബ്രഷൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഒരു 3 ടൈപ്പ് ബ്രഷ് മാത്രമേ ആവശ്യമുള്ളൂ. അത് ബേസിക്കായിട്ട് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന 3 ടൈപ്പ് ബ്രഷ് തന്നെയാണ്. പറഞ്ഞു പോകുമ്പോൾ ഞാൻ എല്ലാ ബ്രഷസിനെ കുറിച്ചും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ആദ്യം നമ്മൾ കാണുന്നത് ഫ്ലാറ്റ് ബ്രഷിനെ കുറിച്ചാണ്. സ്ട്രെയിറ്റ് എഡ്ജസ് ആൻഡ് യൂണിഫോം വിഡ്ത്തുള്ള സ്ട്രോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഫ്ലാറ്റ് ബ്രഷ് ഐഡിയൽ. പെയിൻറ് ബ്രോഡ്ലി അപ്ലൈ ചെയ്യാനും ഒരു ലാർജർ ഏരിയയിൽ കവർ ചെയ്യാനും ഫ്ലാറ്റ് ബ്രഷ് യൂസ്ഫുൾ ആണ്. വാഷിംഗ് ടെക്നിക്കിനും അതുപോലെ തന്നെ ഫില്ലിങ്ങിനും വേണ്ടിയാണ് മെയിൻലി ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബ്രഷിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ സ്ട്രോക്കിന് തിക്നെസ്സിൽ ഡിഫറൻസ് വരും. ഞാൻ ആദ്യം യൂസ് ചെയ്തത് 10 നമ്പർ ബ്രഷ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഞാൻ 4 നമ്പർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് റൗണ്ട് ബ്രഷ്. റൗണ്ട് ബ്രഷ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡീറ്റെയിലിങ്ങിനും അതുപോലെ തന്നെ സ്മോളർ ഏരിയാസിൽ ലെയറിങ്ങും ചെയ്യാൻ വേണ്ടിയാണ്. റൗണ്ട് ബ്രഷിൻ്റെ ടിപ്പ് യൂസ് ചെയ്ത് സ്മോളർ ഏരിയാസിൽ ഫില്ലിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പെയിൻറ്റ് ഡാബിങ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് ലെയർ ഡ്രൈ ആയതിനു ശേഷം ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. ഈ രീതിയിലാണ് ഡാബിങ്ങും അതുപോലെ തന്നെ ലെയറിങ്ങും ചെയ്യുന്നത്. റൗണ്ട് ബ്രഷിലെ സ്മോളർ സൈസസ് യൂസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിലിങ്ങും ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ തിൻ സ്ട്രോക്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു റിഗർ ബ്രഷൊന്നും കയ്യിലില്ലാത്ത ആളുകൾക്ക് ഇതുപോലെ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിലിങ്ങും ഔട്ട്ലൈനിങ്ങും എല്ലാം ചെയ്യാം. ഡീറ്റെയിലിങ്ങും ലെയറിങ്ങും മാത്രമല്ല, നമുക്ക് സ്മോളർ ഏരിയാസിൽ കൺട്രോൾ വാഷസും റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാം. ഒരേ ബ്രഷിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വേരിയേഷൻ അനുസരിച്ച് തിക്ക് സ്ട്രോക്സും തിൻ സ്ട്രോക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫാൻ ബ്രഷ്. ഈ ബ്രഷിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. ഇതൊരു അക്രിലിക് പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ്. ടെക്സ്ചർ കൊടുക്കാനും അതുപോലെ തന്നെ ലൂസ്ലി പെയിൻറ്റ് ഡാബ് ഓൺ ചെയ്യാനും ലൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ബ്രഷിങ്ങിനും ഒക്കെ ഫാൻ ബ്രഷ് യൂസ് ചെയ്യാം. ട്രീസ്, ലീവ്സ്, ഫോളിയേജ് ഇതിനെല്ലാം ഫാൻ ബ്രഷ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്സ് ഒരുപാട് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ ഫാൻ ബ്രഷ് യൂസ്ഫുൾ ആയിരിക്കും. ഫാൻ ബ്രഷും പല സൈസസിലുണ്ട്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഫാൻ ബ്രഷ് നമ്പർ 8 ആണ്. റിഗർ ബ്രഷ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഡീറ്റെയിലിങ്ങിനും കാലിഗ്രഫിക്കും വേണ്ടിയാണ്. തിൻ ലോങ് സ്ട്രോക്സ് ആൻഡ് കർവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റിഗർ ബ്രഷ് പെർഫെക്റ്റ് ആണ്. ഫൈൻ ലൈൻസ് ആൻഡ് ഡീറ്റെയിൽസിനാണ് റിഗർ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഞാനിതുവരെ റിഗർ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് റൗണ്ട് ബ്രഷ് നമ്പർ 02 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റൗണ്ടഡ് ടിപ്പ് ആയതുകൊണ്ട് തന്നെ ഫില്ലിംഗ് ചെയ്യാനാണ് നോർമലി ഫിൽബർട്ട് യൂസ് ചെയ്യുന്നത്. നോർമലി പെറ്റൽസ്, ലീവ്സ് ഓർ വാഷിങ്ങിന് വേണ്ടിയാണ് ഫിൽബർട്ട് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ബേസിക്കലി എ ഫ്ലാറ്റ് ബ്രഷ് വിത്ത് റൗണ്ടഡ് ടിപ്പ് ആൻഡ് ഇറ്റ് വർക്ക്സ് വെൽ ഫോർ ബ്ലെൻഡിങ്. വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ബ്രഷാണ് ആംഗിൾ ബ്രഷ്. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് പോലെ തന്നെയാണ്. ഫ്ലാറ്റ് ബ്രഷ് വിത്ത് ആൻ ആംഗുലർ ഹെഡ്. അതിൻ്റെ ഹെഡ് ഒരു ആംഗിൾ സ്ലിവേർഡ് ആയിരിക്കും. ഒരു ബിഗിനറിന് എൻ്റെ സജഷനിൽ ഒരു സെറ്റ് ഓഫ് ഫ്ലാറ്റ് ബ്രഷസും അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് റൗണ്ട് ബ്രഷസും മസ്റ്റായിട്ടും വേണം. പിന്നെ നിങ്ങൾ ഒരുപാട് ലാൻഡ്സ്കേപ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫാൻ ബ്രഷ് കൂടി ഒരെണ്ണം പർച്ചേസ് ചെയ്യാം.
ഈ 3 ടൈപ്പ് ഓഫ് ബ്രഷസും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം പെയിൻറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബ്രഷസ് പർച്ചേസ് ചെയ്യാം. ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ഷേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇതുകൂടാതെ കുറച്ചുകൂടി ക്ലാസിഫിക്കേഷൻസ് ബ്രഷസിലുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഡ്രിസിൽസ് ഉണ്ടാക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നാച്ചുറൽ ബ്രഷസും ഉണ്ട്, സിന്തറ്റിക് ബ്രഷസും ഉണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ നാച്ചുറൽ ബ്രഷസ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും സിന്തറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മളെല്ലാവരും ഈ ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുന്ന സിന്തറ്റിക് ബ്രഷസ് ആണ്. നാച്ചുറൽ ബ്രഷസ് എന്ന് പറയുന്നത് ആനിമൽ ഹെയറിൽ നിന്ന്, അതുപോലെ ക്യാമൽ ഹെയർ, സ്ക്വിറൽ ഹെയർ, ഗോട്ട് ഹെയർ, ഇങ്ങനെ ആനിമൽ ഹെയറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ആണ് കൂടുതലും നാച്ചുറൽ ബ്രഷസ് വരുന്നത്. നോർമലി സിന്തറ്റിക് ബ്രഷസിനെക്കാട്ടിലും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും നാച്ചുറൽ ബ്രഷസ്. എന്ത് മീഡിയത്തിൽ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചും നമ്മൾ ബ്രഷസ് ക്ലാസിഫൈ ചെയ്യും. വാട്ടർ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷസ് ഒരല്പം കൂടി സോഫ്റ്ററും അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലും ഉള്ള ബ്രഷസ് ആയിരിക്കും. സൈസസിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. 000 തൊട്ട് 24 വരെയുള്ള സൈസസിൽ ബ്രഷസ് അവൈലബിൾ ആണ്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഓരോ ബ്രഷസും അതിൻ്റെ യൂസസും എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് പെയിൻറ്റിങ്സിൻ്റെയും ബോട്ടിൽ ആർട്ടിൻ്റെയും ക്രാഫ്റ്റ് വർക്കിൻ്റെയും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബേസിക്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബേസിക് ആർട്ട് സപ്ലൈനെ കുറിച്ചും ബ്രഷസിനെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.